പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 1 കോടി രൂപ അനുവദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടാണ് തുക അനുവദിച്ചതെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അറിയിച്ചു. പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 1 കോടി രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് തുക അനുവദിച്ചതെന്നും MLA പറഞ്ഞു. കെട്ടിടം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ മുൻപ് ബജറ്റിൽ അനുവദിച്ചിരുന്നു. ഇതിൽ ആദ്യഘട്ടമെന്ന നിലയിൽ 1 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂള് തുടർച്ചയായിട്ട് 100% വിജയം കൈവരിക്കുന്ന ജില്ലയിലെ സ്കൂളാണ്. അത് തുടർച്ചയായിട്ടുള്ള നേട്ടമാണ്. എന്നാൽ അവിടെ വളരെ സാധാരണക്കാരായ ജീവിത ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ഒരുപാട് മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂള് എന്ന പ്രത്യേകതയുണ്ട്. പഞ്ചായത്തിൻ്റെ നല്ല ശ്രദ്ധയുള്ള ഒരു സ്കൂള് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും വരുന്ന ഈ അടുത്ത ബാച്ചിലെങ്കിലും ഈ കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സ്കൂളിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഓഡിറ്റോറിയം, ജില്ലാതല പ്രവേശനോത്സവം നടന്ന ഓഡിറ്റോറിയം കായംകുളത്ത് ഞാനിപ്പോൾ എനിക്കൊന്നൊരു 10ലധികം പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു മേഖല കൂടിയാണ്. പക്ഷേ എപ്പോഴും പത്തിയൂർ സ്കൂളിനെ കൂടുതൽ ഭാഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വിഷമകരമായൊരു അവസ്ഥയായിരുന്നു. എന്നാൽ അതിന് മാറ്റം വരാൻ പോവുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണല്ലോ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. 500 കുട്ടികളോ 1000 കുട്ടികളോ ഒക്കെ പഠിക്കുന്ന സ്കൂളുകൾക്കായിരുന്നു അതിൻ്റെ മുന്തിയ പരിഗണന നൽകിയത്. അതിൻ്റെ ഭാഗമായി രാമപുരം സ്കൂളും നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ഗേൾസ് സ്കൂളും ഒക്കെ കിഫ്ബിയുടെ പ്രത്യേക പരിഗണനയിൽ വരികയും ചെയ്തു. 2 കെട്ടിടങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ അന്നും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് പത്തിയൂർ ഹൈസ്കൂൾ. അപ്പോൾ പത്തിയൂർ ഹൈസ്കൂളിൽ കെട്ടിടം നിലവിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ 3 കോടി രൂപ നമ്മുടെ പത്തിയൂർ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ 1 കോടി രൂപയുടെ ഭരണാനുമതി ആയിട്ടുണ്ട്. വീണ്ടും 2 കോടി രൂപയുടെ ഒരു പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഞങ്ങളിപ്പോൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 3 കോടിയാണ് ഞങ്ങളോട് പ്രതീക്ഷിക്കുന്നത്. പത്തിയൂർ പഞ്ചായത്ത് സ്റ്റേഡിയവും സ്കൂളിനോട് ചേർന്നുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിനും 50 ലക്ഷം രൂപ MLA ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും പഞ്ചായത്തും സ്കൂളും ഗ്രൗണ്ടും ഇതെല്ലാം കൂടി ഒരേ ഒരു കോമ്പൗണ്ടിലാണ് വരുന്നത്. വലിയ മാറ്റങ്ങൾ നമുക്ക് ആ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും ഒരു 6 മാസക്കാലം കൊണ്ട് പത്തിയൂർ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ കഴിയുമെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 6 മാസക്കാലം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ്. സ്കൂളിനോട് ചേർന്നുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും നീക്കിവെച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. 6 മാസക്കാലം കൊണ്ട് പത്തിയൂർ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാനാകുമെന്നാണ് MLA പറഞ്ഞത്. CDNet ന്യൂസ്, കായംകുളം.